ഈശോ മിശിഹായക്ക് സ്തുതിയായിരിക്കട്ടെ. നാം ഒരുപാട് പേരെ സ്നേഹിക്കുന്നവരാണെങ്കിലും ഒരു പദ്ധതിക്കായി പ്രവർത്തനങ്ങൾക്കായി നാം ആരെയെങ്കിലും തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ സ്നേഹിക്കുന്നവരെയെല്ലാം നാം തിരഞ്ഞെടുക്കാറില്ല, മറിച്ച് അതിൽ നിന്നും വളരെ കുറച്ചു പേരെ മാത്രമാണ് നാം തിരഞ്ഞെടുക്കുക. കാരണം തിരഞ്ഞെടുപ്പിൻ്റെ അളവുകോൽ എന്നുള്ളത് സ്നേഹമല്ല, മറിച്ച് ഉത്തരവാദിത്ത ബോധമാണ്. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിൻ്റെ രൂപാന്തരീകരണ സമയത്ത് യേശു തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുമ്പോൾ യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായിട്ടും യേശുനാഥൻ തിരഞ്ഞെടുക്കുന്നത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ 3 ശിഷ്യന്മാരെ മാത്രമാണ്. ഇവിടെ മാത്രമല്ല, മർക്കോസിന് സുവിശേഷം 5-ാം അധ്യായത്തിൽ ജൈറോസിൻ്റെ മകളെ ഉയർത്തുമ്പോഴും ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ ഗസ്തമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിൻ്റെ കൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ 3 പേരെ മാത്രമാണ്. ഇപ്രകാരം യേശുനാഥൻ ചെയ്യുന്നത് കൊണ്ട് യേശുനാഥൻ മറ്റുള്ളവരോട് വിവേചനാപൂർവം പെരുമാറുകയാണോ? തീർച്ചയായുമല്ല. കാരണം യേശുനാഥൻ തൻ്റെ മരണത്തിന് ശേഷം തൻ്റെ ആദിമസഭയുടെ നേതൃസ്തംഭങ്ങളായി തിരഞ്ഞെടുത്തത് ഈ 3 വ്യക്തികളെയാണ്. ആയതിനാൽ കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തിലേക്ക് ഇവരെ നയിക്കുവാൻ, അവരുടെ യഥാർത്ഥ ദൗത്യമെന്തെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ, യഥാർത്ഥത്തിൽ യേശു ആരെന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ തിരഞ്ഞെടുത്തവരിൽ നിന്നും ഒരു തിരഞ്ഞെടുപ്പ് യേശുനാഥൻ നടത്തുന്നത്. അതിനാൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മോട് തന്നെ ചോദിക്കേണ്ടത്, നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടോ? 1 പത്രോസ് 2:9 നാം വായിക്കുന്നു, നിങ്ങൾ രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനവും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനതയുമാണ്. നാം എല്ലാവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെടുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ എന്നെയല്ല, ഞാൻ നിങ്ങളെയാണ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുകയും ആ ഫലത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവിൻ. ദൈവത്താൽ നാം എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറണമെന്ന് യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഗലേഷ്യൻസ് 2:21-22 നാം വായിക്കുന്നു, ആത്മാവിൻ്റെ ഫലങ്ങൾ ഇവയൊക്കെയാണ്: സ്നേഹം, ക്ഷമ, കാരുണ്യം, വിശ്വസ്തത. ഇങ്ങനെ ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ മാത്രമാണ് നാം എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും ആ തിരഞ്ഞെടുപ്പിൽ നിന്നും ഒരു തിരഞ്ഞെടുപ്പ് ദൈവം നമുക്ക് നൽകുന്നത് എന്ന ബോധ്യത്തോടുകൂടെ ആ തിരഞ്ഞെടുപ്പിൽ അംഗങ്ങളാകുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ വചനം വായിക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും പരിശ്രമിക്കുക. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.